നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF-ന് മുൻതൂക്കം. അപ്രതീക്ഷിത തിരിച്ചടിയിൽ LDF. NDAക്കും വിജയം. ഇടതിന്റെ നെടുങ്കോട്ടയായി ആന്തൂർ. തലശ്ശേരിയിൽ രണ്ടാമതെത്തി കോൺഗ്രസ്. പയ്യന്നൂരിൽ LDF-നെ ഞെട്ടിച്ച് മുൻ ബ്രാഞ്ച് സെക്രട്ടറി. ഇളകാത ചുവപ്പുകോട്ട. ചരിത്രമായി കണ്ണൂരിലെ 10 തദ്ദേശ സ്ഥാപനങ്ങൾ. IFFK-യിൽ സൗജന്യ യാത്രയുമായി സിനിമാ സവാരി. അടിത്തറ ഭദ്രം. തിരിച്ചടികൾ പരിശോധിക്കും KK രാഗേഷ്. UDF നേടിയത് ചരിത്ര വിജയമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. വാർത്തകളിലേക്ക് പോകാം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അന്തിമഫലം പുറത്തു വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഒഴികെ UDF-ന്റെ മുൻതൂക്കം. 14 ജില്ലാ പഞ്ചായത്തിൽ 7 LDF-ഉം 7 UDF-ഉം ഭൂരിപക്ഷം നേടി. BJP-ക്ക് ആകെ ലഭിച്ചത് ഒരു വാർഡ് മാത്രമാണ്. 941 ഗ്രാമപഞ്ചായത്തിൽ 504 ഇടത്ത് UDF ഭൂരിപക്ഷം നേടിയപ്പോൾ 340 ഇടത്തായി LDF ചുരുങ്ങി. 26 ഇടത്ത് മാത്രമാണ് NDAക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. 6 ഇടത്ത് മറ്റുള്ളവർ. 64 ഇടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 79 ഇടത്ത് UDF-ഉം 63 ഇടത്ത് LDF-ഉം ഭൂരിപക്ഷം നേടി. 87 മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 86-ൽ 54 ഇടത്തും UDF-ഉം 26 ഇടത്ത് LDF-ഉം 2 ഇടത്ത് NDA-യും നേടി. ഒരിടത്ത് മറ്റുള്ളവർക്കാണ് ഭൂരിപക്ഷം. മട്ടന്നൂരിൽ അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ്. 6 കോർപ്പറേഷനിൽ 4 ഇടത്ത് UDF ഭൂരിപക്ഷം നേടി. 1 വീതം കോർപ്പറേഷനിൽ LDF-ഉം NDA-യും ഭൂരിപക്ഷം നേടി. എന്നാൽ NDA ഭൂരിപക്ഷം നേടിയ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കേവല ഭൂരിപക്ഷമില്ല. BJP-ക്ക് കഴിഞ്ഞ തവണ 2 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ടായിരുന്നത് ഇത്തവണ 1 ചുരുങ്ങി. കാസർഗോഡ് മാത്രം. BJP-യുടെ കയ്യിലുണ്ടായിരുന്ന പന്തളം അവർക്ക് നഷ്ടമായി. LDF തിരിച്ചു വരവാണ് പന്തളത്ത് നടത്തിയത്. തുടർച്ചയായി കുത്തകയാക്കി വെച്ച പാലക്കാട് നഗരസഭയിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും തൃപ്പൂണിത്തുറയിലും സ്ഥിതി വ്യത്യസ്തമല്ല. BJP കുത്തകയാക്കി വെച്ച ചെറുകോൽ കുളനട അവർക്ക് നഷ്ടമായി. 2ഉം LDF പിടിച്ചെടുത്തു. ശബരിമല ഉൾപ്പെടുന്ന പെരുനാട് പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. BJP-യുടെ 2 സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുത്തു. സന്നിധാനം നിൽക്കുന്ന വാർഡിലും LDF-നാണ് ജയം. ഇടതിൻ്റെ നെടുങ്കോട്ടയായി ആന്തൂർ. തലശ്ശേരിയിൽ രണ്ടാമത് എത്തി കോൺഗ്രസ്. പയ്യന്നൂരിൽ LDF-നെ ഞെട്ടിച്ച് മുൻ ബ്രാഞ്ച് സെക്രട്ടറി. കണ്ണൂരിലെ നഗരസഭകളിൽ തെളിഞ്ഞത് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ചിത്രം. കേരളമൊന്നാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിനിടയിലും കണ്ണൂരിലെ നഗരസഭകളിൽ ഇടതുപക്ഷം പിടിച്ചു നിന്നു. മട്ടന്നൂർ ഒഴികെയുള്ള തെരഞ്ഞെടുപ്പ് നടന്ന മറ്റിടങ്ങളിലെ കണക്കെടുത്താൽ LDF 5 ഇടത്തും 3 ഇടത്ത് UDF-ഉം വിജയം നേടി. നഗരസഭകളിൽ ആന്തൂർ വീണ്ടും ചെങ്കോട്ടയായി. ആന്തൂരിലെ മുഴുവൻ വാർഡിലും ജയിച്ചാണ് LDF ആധിപത്യം ഉറപ്പിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായത് LDF-ന് വൻ തിരിച്ചടിയായി. ജില്ലയിൽ UDF-ഉം NDA-യും അപ്രതീക്ഷിതമായ മുന്നോട്ടമാണ് നടത്തിയത്. അതേസമയം ജില്ലയിലെ 4 നഗരസഭകൾ LDF നേടി. നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല എന്നിവ. ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റ് നേടി LDF മുന്നിലെത്തിയപ്പോൾ UDF നേടിയത് 13 സീറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് LDF 6, UDF 5. ഗ്രാമപഞ്ചായത്ത് LDF 35, UDF 25, NDA 6, തൂക്കസഭ 6. കൊല്ലം കോർപ്പറേഷനിൽ ചരിത്രം സൃഷ്ടിച്ചാണ് UDF വലിയ കക്ഷി എന്ന സ്ഥലം സ്വന്തമാക്കിയത്. ആകെയുള്ള 56 സീറ്റിൽ 27 സീറ്റ് UDF നേടി. LDF-ന് 16, NDA-ക്ക് 12, ഒരു സ്വതന്ത്രം ജയിച്ചു. കൊല്ലത്തെ 4 നഗരസഭകളിൽ 3 LDF-നാണ് വിജയം. പുനലൂരും കൊട്ടാരക്കരയും LDF സ്വന്തമാക്കിയപ്പോൾ കരുനാഗപ്പള്ളി UDF നേടി. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 17 സീറ്റ് LDF നേടിയപ്പോൾ UDF-നെ സ്വന്തമാക്കാനായത് 10 മാത്രം. ബ്ലോക്ക് പഞ്ചായത്ത് LDF 7, UDF 3, NDA 1. പഞ്ചായത്ത് LDF 33, UDF 32, NDA 1. പത്തനംതിട്ടയിലെ 4 നഗരസഭകളിൽ 3 UDF-നാണ്. അടൂർ, പത്തനംതിട്ട, തിരുവല്ല എന്നിവ. പന്തളത്ത് LDF ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 12 സീറ്റ് UDF-നും 5 സീറ്റ് LDF-നും. ബ്ലോക്ക് പഞ്ചായത്ത് LDF ഇല്ല. UDF 7, തൂക്കസഭ 1. പഞ്ചായത്ത് LDF 11, UDF 34, NDA 4. ആലപ്പുഴയിലെ 6 നഗരസഭകളിൽ 5 ഇടത്ത് UDF തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ LDF-ന് നേടാനായത് ചേത്രം മാത്രം. കൈരംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ആലപ്പുഴ, ഹരിപ്പാട് എന്നിവ UDF-ന്റെ കൈകളിലെത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ 24 സീറ്റിൽ 16 എണ്ണം നേടി LDF ബഹുദൂരം മുന്നിലെത്തിയപ്പോൾ UDF നേടിയത് 8 എണ്ണം മാത്രം. ബ്ലോക്ക് പഞ്ചായത്ത് LDF 7, UDF 4, തൂക്കസഭ 18. പഞ്ചായത്ത് LDF 36, UDF 23, NDA 4. കോട്ടയത്തെ നഗരസഭകളിൽ 5 എണ്ണം UDF-നൊപ്പമാണ് നിന്നത്. ചങ്ങനാശ്ശേരി, കോട്ടയം, വൈക്കം, ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട എന്നിവ. പാലാ നഗരസഭയിൽ 11 സീറ്റ് നേടി വലിയ ഒറ്റകക്ഷിയായെങ്കിലും 10 സീറ്റ് UDF-ഉം 5 സീറ്റ് സ്വതന്ത്രരും ജയിച്ചിട്ടുണ്ട്. ജയിച്ച സ്വതന്ത്രരിൽ 3 പേരും UDF പിന്തുണയാണ് ജയിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 16 സീറ്റ് UDF-നാണ്. LDF-നെ പിന്തുണച്ചത് 7 എണ്ണം മാത്രം. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ 11, LDF 2, UDF 9.
പഞ്ചായത്ത് LDF 19, UDF 44, NDA 3, തൂക്കസഭ 5. ഇടുക്കിയിൽ 2 നഗരസഭകളും UDF-നൊപ്പം നിന്നു. തൊടുപുഴ കട്ടപ്പനയും. ജില്ലാ പഞ്ചായത്തിൽ 17 സീറ്റിൽ 14 എണ്ണം UDF നേടി, LDF 3 എണ്ണം. ബ്ലോക്ക് പഞ്ചായത്ത് LDF 1, UDF 7, പഞ്ചായത്ത് LDF 13, UDF 35, തൂക്കസഭ 4. കൊച്ചി കോർപ്പറേഷനിൽ തൊട്ടടുത്ത എതിരാളിയേക്കാൾ ഇരട്ടിയിലധികം സീറ്റ് നേടിയാണ് UDF തിരിച്ചുപിടിച്ചത്. UDF 47, LDF 22, NDA 6, മറ്റുള്ളവർ 1 എന്നാണ് കക്ഷിനില. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ NDAയും ഏരൂരിൽ LDF ജയിച്ചപ്പോൾ 11 നഗരസഭകൾ UDF-നെ വിജയിപ്പിച്ചു. മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ, കളമശ്ശേരി നോർത്ത്, പറവൂർ, അങ്കമാലി, തൃക്കാക്കര, മരട്, പിറവം, കൂത്താട്ടുകുളം എന്നിവ ജില്ലാ പഞ്ചായത്ത് UDF-നൊപ്പമാണ്. എറണാകുളം നിന്നത് 25 സീറ്റോടെ LDF മുന്നിൽ മാത്രം. ബ്ലോക്ക് പഞ്ചായത്ത് 14, LDF 1, UDF 12, മറ്റുള്ളവർ 1. പഞ്ചായത്ത് LDF 7, UDF 66, തൂക്കസഭ 5, മറ്റുള്ളവർ 4. തൃശൂർ കോർപ്പറേഷനിൽ അപ്രതീക്ഷിത വിജയമാണ് UDF സ്വന്തമാക്കിയത്. 13 സീറ്റ് നേടിയ LDF-നെയും 8 സീറ്റ് നേടിയ NDAയും ബഹുദൂരം പിന്നിലാക്കി 33 സീറ്റോടെ UDF വൻ വിജയം കൊയ്തു. നഗരസഭകളിൽ പക്ഷേ ചാലക്കുടിയും ഇരിങ്ങാലക്കുടിയും മാത്രമാണ് UDF-ന് നിന്നത്. കുന്നംകുളം, കൊടുങ്ങല്ലൂരും ചാവക്കാടും ഗുരുവായൂരും വടക്കാഞ്ചേരിയും അടങ്ങുന്ന 5 നഗരസഭകളാണ് LDF-നെ പിന്തുണച്ചത്. ഇതിൽ കൊടുങ്ങല്ലൂരിൽ NDA-യാണ് മുഖ്യ പ്രതിപക്ഷം. അതേസമയം ജില്ലാ പഞ്ചായത്ത് LDF 21 സീറ്റോടെ 9 സീറ്റ് നേടിയ UDF-നെ പിന്നിലാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് LDF 10, UDF 5, തൂക്കസഭ 1. പഞ്ചായത്ത് LDF 44, UDF 34, NDA 1, തൂക്കസഭ 7. പാലക്കാട് നഗരസഭയിൽ നിലവിൽ തൂക്കസഭയാണ്. ആകെയുള്ള 53 സീറ്റിൽ 25 നേടി NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ 17 സീറ്റുമായി UDF തൊട്ടുപുറകിലുണ്ട്. LDF 8 സീറ്റ് നേടി, 3 സ്വതന്ത്രരും ജയിച്ചിട്ടുണ്ട്. ഷൊർണൂരിലും ഒറ്റപ്പാലത്തും LDF-ന് വലിയ ഭൂരിപക്ഷത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചു. എന്നാൽ ചിറ്റൂർ, പട്ടാമ്പി, ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട് എന്നീ 4 നഗരസഭകൾ UDF പിടിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ LDF 19 സീറ്റ് നേടിയപ്പോൾ UDF-ന് നേടാനായത് 12 മാത്രം. ബ്ലോക്ക് പഞ്ചായത്ത് LDF 9, UDF 3, തൂക്കസഭ 1. പഞ്ചായത്ത് LDF 46, UDF 31, NDA 2, തൂക്കസഭ 9. മലപ്പുറം ഇക്കുറിയും UDF-നൊപ്പമെന്ന പതിവ് തെറ്റിച്ചില്ല. 7 നഗരസഭകളിൽ LDF-ന് വിട്ടുകൊടുത്തത് പൊന്നാനി മാത്രം. തിരൂർ, മലപ്പുറം, മഞ്ചേരി, കോട്ടക്കൽ, നിലമ്പൂർ, താനൂർ, പരപ്പനങ്ങാടി, വളാഞ്ചേരി, തിരൂരങ്ങാടി, കൊണ്ടാട്ടി അടക്കം 11 നഗരസഭകളും UDF മൃഗീയ ഭൂരിപക്ഷത്തോടെ സ്വന്തമാക്കി. ഇതിൽ പെരിന്തൽമണ്ണയിലെ UDF വിജയം ഏറെ മധുരിക്കുന്നതാണ്. നീണ്ട കാലത്തിന് ശേഷമാണ് പെരിന്തൽമണ്ണ UDF-ന് സ്വന്തമാകുന്നത്. താനൂരിൽ NDA-യാണ് മുഖ്യ പ്രതിപക്ഷം. ഇവിടെ LDF-ന് സീറ്റൊന്നും ലഭിച്ചില്ല. തിരൂരങ്ങാടിയിൽ 34 സീറ്റ് UDF നേടിയപ്പോൾ LDF ലഭിച്ചത് 1 സീറ്റ് മാത്രം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മാറഞ്ചേരിയിൽ മാത്രമാണ് LDF ജയിച്ചത്. ശേഷിച്ച 32 സീറ്റുകളും UDF തൂത്തുവാരി. ബ്ലോക്ക് പഞ്ചായത്ത് LDF 1, UDF 14, പഞ്ചായത്ത് LDF 4, UDF 87, തൂക്കസഭ 2, മറ്റുള്ളവർ 1. കോഴിക്കോട്ടാണ് UDF ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് നേരിയ ഭൂരിപക്ഷത്തിലാണ് LDF നേടിയത്. കോർപ്പറേഷനിൽ ആകെയുള്ള 76 സീറ്റിൽ LDF 35 സീറ്റ് നേടി, വലിയ കക്ഷി. 28 സീറ്റാണ് UDF-ന് ലഭിച്ചത്. 13 സീറ്റോടെ NDA-യാണ് കോഴിക്കോട് കോർപ്പറേഷൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ജില്ലയിലെ 7 നഗരസഭകളിൽ 4 എണ്ണം സ്വന്തമാക്കി UDF വ്യക്തമായ മേൽക്കൈ നേടി. ഫറോക്ക്, കൊടുവള്ളി, രാമനാട്ടുകര, പയ്യോളി നഗരസഭകളാണ് UDF വിജയം. കൊയിലാണ്ടി, വടകര, മുക്കം നഗരസഭകൾ LDF നേടി. ജില്ലാ പഞ്ചായത്ത് LDF 15, UDF 13. ബ്ലോക്ക് പഞ്ചായത്ത് LDF 8, UDF 2, തൂക്കസഭ 2. പഞ്ചായത്ത് LDF 27, UDF 39, തൂക്കസഭ 4. വയനാട്ടിലെ 3 നഗരസഭകളിൽ മാനന്തവാടിയും ബത്തേരി UDF നേടിയപ്പോൾ കൽപ്പറ്റ LDF നിലനിർത്തി. വയനാട്ടിലെ 17 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ UDF 15ഉം LDF 2ഉം. ബ്ലോക്ക് പഞ്ചായത്ത് LDF ഇല്ല, UDF 4. പഞ്ചായത്ത് LDF 6, UDF 15, തൂക്കസഭ 2. കണ്ണൂർ കോർപ്പറേഷനിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ UDF ഭരണം നിലനിർത്തി. 56 സീറ്റിൽ 36 എണ്ണമാണ് UDF ലഭിച്ചത്. LDF 15 സീറ്റിലേക്ക് ചുരുങ്ങി. NDA 4 സീറ്റിൽ ജയിച്ചപ്പോൾ 1 സീറ്റ് സ്വതന്ത്രൻ സ്വന്തമാക്കി. കണ്ണൂരിലെ നഗരസഭകളിൽ പക്ഷേ UDF-ന് 3 എണ്ണം മാത്രമേ നേടാനായുള്ളൂ. തളിപ്പറമ്പ്, പാനൂർ, ശ്രീകണ്ഠാപുരം, കൂത്തുപറമ്പ്, തലശ്ശേരി, പയ്യന്നൂർ, ഇരട്ടി, ആന്തൂർ എന്നീ 6 നഗരസഭകളും LDF-നൊപ്പം നിന്നു. ഇതിൽ ആന്തൂരിൽ പ്രതിപക്ഷമില്ല. 29 സീറ്റിലും LDF-ആണ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ കണ്ണൂരിൽ LDF 18, UDF 7. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ 11, LDF 8, UDF 1, തൂക്കസഭ 2. ഗ്രാമപഞ്ചായത്ത് LDF 48, UDF 21, തൂക്കസഭ 2. തലശ്ശേരിയിൽ BJP-യെ മറികടന്ന് കോൺഗ്രസ് രണ്ടാമതെത്തി. CPM-ന്റെ ഉരുക്കുകോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ആന്തൂർ നഗരസഭ ഫലം. തളിപ്പറമ്പ് നഗരസഭയിൽ നിന്ന് വേർപ്പെടുത്തി പഴയ ആന്തൂർ പഞ്ചായത്ത് ആന്തൂർ നഗരസഭയാക്കി ഉയർത്തി. 10 വർഷത്തിലേക്ക് കടക്കുമ്പോഴും ആന്തൂർ കട്ട ചുവപ്പോടെ നിന്നു. 29 വാർഡുകളിൽ 29 നേടിയ LDF സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് വിജയക്കൂടി പാറിച്ചത്. ഇക്കുറിയും ഒരംഗം പോലും പ്രതിപക്ഷത്തില്ല. 2015-ൽ നഗരസഭ നിലവിൽ വന്നപ്പോൾ 28 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. അത്തവണ 14 വാർഡുകളാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ LDF ഭരണം നേടിയ കേരളത്തിലെ ആദ്യ നഗരസഭയായിരുന്നു ആന്തൂർ.
2020 6 വാർഡുകളിൽ എതിരില്ലാതെ LDF ജയിച്ചിരുന്നു. 28 വാർഡുകളിൽ 27 CPM അംഗങ്ങളും ഒരിടത്ത് CPIയുമാണ് അന്ന് ജയിച്ചത്. ഇരിട്ടി നഗരസഭയിൽ 34 വാർഡുകളിൽ 16 വാർഡുകളാണ് LDF നേടിയത്. UDF 13, NDA 4 വാർഡുകളും ജയിച്ചു. ഒരു വാർഡിൽ SDPയും ജയിച്ചു. 33 അംഗ കൗൺസിലിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ UDFന് 15ഉം LDFന് 13ഉം BJPക്ക് 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. UDFിലെ പഠനപ്പിണക്കം മുതലാക്കി മുസ്ലിം ലീഗിലെ 3 അംഗങ്ങളെ കൂടി നിർത്തിയാണ് LDF ഭരണം നടത്തിയത്. ആ ഭരണസമിതിയിലും കേവല ഭൂരിപക്ഷം ഇല്ലാതെ LDF 5 വർഷം തികച്ചു. LDFന് 14ഉം UDFന് 11ഉം BJPക്ക് 5ഉം SDPക്ക് 3ഉം അംഗങ്ങളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കൂത്തുപറമ്പിൽ ആകെയുള്ള 24 വാർഡുകളും വിജയിച്ചാണ് LDF തേരോട്ടം നടത്തിയത്. UDF 4, NDA 1 എന്നിങ്ങനെയാണ് കക്ഷിനില. തുടർച്ചയായി LDF ഭരിക്കുന്ന നഗരസഭയാണ് കൂത്തുപറമ്പ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പേരിന് മാത്രമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം. 2005 നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 25 സീറ്റിൽ 24 സീറ്റും LDFനായിരുന്നു. 2010 തെരഞ്ഞെടുപ്പിൽ 28 സീറ്റിൽ 24 സീറ്റ് LDFും 4 സീറ്റ് UDF നേടി. 2015 ആകെയുള്ള 28 സീറ്റിൽ 27 LDFനും 1 സീറ്റ് UDFന് ലഭിച്ചു. 2020 ആകെയുള്ള 26 സീറ്റിൽ 25 എണ്ണം LDFനും ഓരോ സീറ്റ് വീതം UDF BJP നേടി. പാനൂർ നഗരസഭ രൂപം കൊണ്ടതിനു ശേഷം നടന്ന ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിലും UDFനായിരുന്നു വിജയം. 41ൽ 23 വാർഡ് നേടി. ഇക്കുറിയും UDF അധികാരം നിലനിർത്തി. LDF 15ഉം NDA 3 വാർഡിലും ജയിച്ചു. ശ്രീകണ്ഠാപുരത്തും UDF ഭരണം നിലനിർത്തി. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ 31ൽ 18 വാർഡും തളിപ്പറമ്പിൽ 35ൽ 18 വാർഡും നേടി. തളിപ്പറമ്പ് LDF മുന്നേറ്റം UDFനെ ഞെട്ടിച്ചു. IFFKയിൽ സൗജന്യ യാത്രയുമായി സിനിമ സവാരി. നഗരത്തിലെത്തുന്ന സിനിമാ പ്രേമികൾക്ക് സൗജന്യ യാത്രയൊരുക്കി സിനിമ സവാരി. സംസ്ഥാന സർക്കാരിൻ്റെ കേരള സവാരി പദ്ധതിയിലെ വാഹനങ്ങളാണ് IFFK വേദികൾക്കിടയിൽ സൗജന്യ സർവീസ് നടത്തുന്നത്. 5 ഓട്ടോറിക്ഷകളും 2 ക്യാബുകളുമാണ് സൗജന്യ സർവീസിനായി ഉപയോഗിക്കുന്നത്. പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ നിന്നും മറ്റ് തിയേറ്ററുകളിലേക്കും തിരിച്ചുമുള്ള യാത്രയാണ് സിനിമാ സവാരിയുടെ ഭാഗമായി ലഭിക്കുക. സിനിമാ സവാരിയുടെ ഫ്ലാഗ് ഓഫ് ടാഗോർ തിയേറ്ററിൽ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ നിർവഹിച്ചു. നടി സലിയു മോഹൻ പങ്കെടുത്തു. KSRTC ഈ ബസ്സുകളും IFFK വേദികളിൽ പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. ഇളകാത ചുവപ്പുകോട്ട. ചരിത്രമായി കണ്ണൂരിലെ 10 തദ്ദേശ സ്ഥാപനങ്ങൾ. ഏത് പ്രതിസന്ധിയിലും തകരാത്ത ഉറച്ച ചുവപ്പിൻ ചരിത്രമായി ജില്ലയിലെ 10 തദ്ദേശ സ്ഥാപനങ്ങൾ. ഈ 10 ഇടങ്ങളിലും LDFന് എതിരാളികളില്ലാതെ സമ്പൂർണ്ണ വിജയമാണ് ഉണ്ടായത്. ആന്തൂർ നഗരസഭ, പാനൂർ ബ്ലോക്കുമാണ് പ്രതിപക്ഷമില്ലാത്ത പ്രധാന തദ്ദേശ സ്ഥാപനങ്ങൾ. കരിവള്ളൂർ, പേരളം, കാങ്കോൽ, ആലപ്പടമ്പ്, ചെറുതാഴം, കണ്ണപുരം, കല്യാശ്ശേരി, പന്ന്യന്നൂർ, കതിരൂർ, പിണറായി പഞ്ചായത്തുകളിലും ഇടതുപക്ഷ പാരമ്പര്യം ശക്തമായി തുടരുകയാണ്. മലപ്പട്ടം, കോട്ടയം, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷ നിലയിൽ ഒരാൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എരമം, കുറ്റൂർ, എരഞ്ഞോളി, ചെറുകുന്ന്, ചൊക്ലി, ഏഴോം, മാങ്ങാട്ടിടം, കുറ്റ്യാട്ടൂർ, മൊകേരി പഞ്ചായത്തുകളും നാമമാത്രമായി പ്രതിപക്ഷം ആണുള്ളത്. ഇത്തവണ കടമ്പൂർ പഞ്ചായത്ത് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തത് ശ്രദ്ധേയമായ വിജയമായി. മുണ്ടേരി പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ സ്ഥിതിയാണ്. ഇവിടെ 11 വീതം സീറ്റുകളാണ് ഇരു മുന്നണികളും ലഭിച്ചത്. എടക്കാട് ബ്ലോക്കിലും സ്ഥിതി സമാനമാണ്. 7 വീതം സീറ്റുകൾ ലഭിച്ചതോടെ ഇവിടെയും ആർക്കും ഭൂരിപക്ഷമില്ല. ഇരിട്ടി ബ്ലോക്ക് ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. കണ്ണൂരിലെ അടിത്തറ ഭദ്രമാണ്. തിരിച്ചടികൾ പരിശോധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ജില്ലയിൽ LDFിൻ്റെ അടിത്തറ ഭദ്രമാണെന്ന് ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, ബ്ലോക്ക് ഡിവിഷനുകളിലെ വിജയം വിലയിരുത്തിയാൽ അക്കാര്യം മനസ്സിലാക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. മലയോര മേഖലയിലെ മറ്റു കഴിഞ്ഞ ഇടതു തരംഗത്തിൽ പിരിച്ചെടുത്ത ചില പഞ്ചായത്തുകൾ ഇത്തവണ നഷ്ടമായിട്ടുണ്ട്. അവ എന്തുകൊണ്ടാണ് നഷ്ടമായത് എന്ന് സംബന്ധിച്ച് കൃത്യമായ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിലാണ് LDF ജയിച്ചത്. ആന്തൂർ നഗരസഭയിലും പാനൂർ ബ്ലോക്കിലും 8 ഗ്രാമപഞ്ചായത്തിലും പ്രതിപക്ഷമില്ല. UDFന് 1 സീറ്റ് മാത്രം കിട്ടിയ പഞ്ചായത്തുകളുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 1 സീറ്റ് കൂട്ടി 18 ഡിവിഷനിൽ LDF ജയിച്ചു. നഗരസഭകളിൽ കഴിഞ്ഞ തവണത്തെ അതേ അവസ്ഥ നിലനിർത്താനായി. ഇരിട്ടി നഗരസഭയിലടക്കം സീറ്റ് എണ്ണവും കൂട്ടി. UDF ജയിച്ച തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം നഗരസഭകളിലും LDF സീറ്റ് കൂട്ടി. ഇരിട്ടി ബ്ലോക്കിലും ഇത്തവണ ഭൂരിപക്ഷം ഉറപ്പിച്ചു. കടമ്പൂർ പഞ്ചായത്ത് പിടിച്ചെടുത്തു. കാര്യമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന മുഴപ്പിലങ്ങാട് ഇത്തവണ മികച്ച ഭൂരിപക്ഷമായി
UDF കാലത്ത് അവർക്ക് ജയിക്കാൻ പാകത്തിനാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. UDFിൽ വലിയ നിലയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിന്ന സമയത്താണ് ഒരിക്കൽ ഒപ്പത്തിനൊപ്പം വന്നത്. ഇത്തവണ ശക്തമായ മത്സരം നടത്താൻ കഴിഞ്ഞെങ്കിലും അതിനനുസരിച്ചുള്ള മുന്നേറ്റമുണ്ടാക്കാൻ LDFിന് കഴിഞ്ഞില്ല. അക്കാര്യത്തിലും വിശദ പരിശോധന നടത്തും. കണ്ണൂർ ജില്ലയിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിലാണ് ഇടതുപക്ഷം ജയിച്ചത്. ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷമില്ല, പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല, 8 ഗ്രാമപഞ്ചായത്തുകളിലും പ്രതിപക്ഷമില്ല. 4 ഗ്രാമപഞ്ചായത്തുകളിൽ UDFിന് 1 വീതം സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ആകെയുള്ള 25 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 18 ഡിവിഷനുകളിലും ഇടതുപക്ഷം ജയിച്ചിരിക്കുകയാണ്. 7 മാത്രമാണ് UDF ജയിച്ചത്. മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച 5 മുനിസിപ്പാലിറ്റികളും ഇത്തവണയും നിലനിർത്താനായി. അതിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഒരു ഡിസൈസീവായിട്ടുള്ള മുൻതൂക്കമില്ലായിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ 16 സീറ്റുകൾ നേടിക്കൊണ്ട് ഇരിട്ടി മുനിസിപ്പാലിറ്റി ജയിക്കാനായി. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇത്തവണ സാധിച്ചു. മുനിസിപ്പാലിറ്റികളിൽ UDF ജയിച്ച മുനിസിപ്പാലിറ്റികളിലും നില മെച്ചപ്പെടുത്താനായി. ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM മാറി. അതുപോലെ ശ്രീകണ്ഠാപുരം നഗരസഭ 2 സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി. പാനൂർ നഗരസഭ കഴിഞ്ഞ തവണയുള്ള സീറ്റുകൾ അതേപടി നിലനിർത്താനും കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കാനായി. അതോടൊപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിൽ വരുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ തവണ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിലായിരുന്നു. ആ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള മുൻതൂക്കം ഏതാണ്ട് അതേപടി നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുൻതൂക്കം നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. 2020 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ ഘട്ടത്തിൽ ഇടതുപക്ഷം ജയിക്കാത്ത മലയോരത്തെ ഒരു 5-8 പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ആ പഞ്ചായത്തുകൾ ഇത്തവണ നിലനിർത്താനായില്ല. എന്നാൽ സാധാരണ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം അതേപടി നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ അനുഭവം. കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ UDFിൻ്റെ സമയത്ത് UDFിന് ജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിലാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നിരുന്നത്. വലിയ നിലയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒപ്പത്തിനൊപ്പം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ പുറകോട്ടേക്ക് പോയി. ഇത്തവണ ശക്തമായൊരു മത്സരം നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. എന്നാൽ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടത്താൻ വേണ്ടി കഴിഞ്ഞെങ്കിലും അതിനനുസരിച്ചുള്ള മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തും. അപ്പോൾ പൊതുവിൽ കണ്ണൂർ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറക്ക് ഇളക്കം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല,
ഇടതുപക്ഷം ജില്ലാ പഞ്ചായത്താണ് സാധാരണ നിലയിൽ രാഷ്ട്രീയമായി വോട്ടിംഗ് നടക്കുന്ന ഒരു കേന്ദ്രം. ആ ജില്ലാ പഞ്ചായത്തിൽ 17 നിന്ന് 18 സീറ്റുകളായി ഇടതുപക്ഷത്തിന് ഇവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും പൊതുവിൽ ഏറ്റക്കുറച്ചിലുകളോടെ മുന്നേറ്റം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയുടെ അനുഭവം. കണ്ണൂർ ജില്ലയിൽ UDF നേടിയത് ചരിത്ര വിജയമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളും നേരിട്ട് പ്രചാരണത്തിൽ എത്തി ഭരണ സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടും LDFന് ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കേണ്ടത് അഭിമാന പ്രശ്നമായി കണ്ട മുഖ്യമന്ത്രിയും CPM നേതാക്കൾക്കും മുൻകാലങ്ങളേക്കാൾ വലിയ തിരിച്ചടിയാണ് വോട്ടർമാർ നൽകിയത്. പതിറ്റാണ്ടുകളോളം LDF കൊത്തിയാക്കി വച്ചിരുന്ന ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, മെമ്പർമാരുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർധനമാണ് ഉണ്ടായത്. UDFനെ പരാജയപ്പെടുത്താൻ BJPയുമായി CPM ഉണ്ടാക്കിയ നീക്കുപോക്ക് അവർക്ക് തന്നെ വിനയായി മാറിയെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അതൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയും അതിന് അനുകൂലമായ ഐക്യ ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ AK രാജേഷിന്റെ CPM ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തായിട്ടുള്ള മുണ്ടേരി പഞ്ചായത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജനെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അനിയത്തി പഞ്ചായത്ത് പ്രസിഡന്റാകാൻ വേണ്ടി മത്സരിച്ചതാണ്. കണ്ണൂർ ജില്ലയില് മുണ്ടേരി പഞ്ചായത്ത് കഴിഞ്ഞ വർഷം വനിതയായിരുന്നു അല്ലെ? കഴിഞ്ഞ വർഷം വനിതയായത് ഏറ്റവും അത് വനിതയാക്കി എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ AK രാജേഷിന്റെ ഭാര്യയുടെ അനുജനെ മത്സരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അവര് അവിടെ പരാജയപ്പെട്ടു. KK രാജേഷിന്റെ ബൂത്തിൽ പരാജയപ്പെട്ടു, KK രാജേഷിന്റെ ബ്ലോക്കിൽ പരാജയപ്പെട്ടു, KK രാജേഷ് ജില്ലാ പഞ്ചായത്തിൽ പരാജയപ്പെട്ടു. നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ വീമ്പ് പറഞ്ഞ് കോൺഗ്രസിനെ അട്ടിമറിക്കും, കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷനും പഞ്ചായത്തുകളിലുമൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊന്നും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിനു മുമ്പ് തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് തിരിച്ചടികളെ അതിജീവിച്ച് ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് LDF മുന്നോട്ട് പോയിട്ടുള്ളത്. LDFന്റെ അടിത്തറയാകെ തകർന്ന് പോയിരിക്കുന്നുവെന്ന തലത്തിൽ പ്രചാരണം നടത്തുന്നതിൽ കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരിച്ചടികളെ ശരിയായ രീതിയിൽ പരിശോധിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഒരു സീറ്റ് മാത്രം ലഭിച്ച തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 98 സീറ്റ് ലഭിച്ചത്. അതുകൊണ്ട് പ്രചരണം നടത്തുന്ന ആളുകൾ ഇത്തരമൊരു ചരിത്രം കൂടി ഓർക്കേണ്ടതുണ്ട്. LDF തകർന്നിരിക്കുന്നു എന്നുള്ള പ്രചാരണം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വർഗീയ ശക്തികളുമായി രഹസ്യമായും പരസ്യമായും നീക്കുപോക്ക് ഉണ്ടാക്കിയതാണ് UDF മത്സരിച്ചത്. LDFനെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDFനും തിരിച്ച് UDF സഹായം BJPക്കും ലഭിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ശബരിമലയിൽ ആളുകൾക്കിടയിലേക്ക് ട്രാക്ടർ പറഞ്ഞു കയറി 9 പേർക്ക് പരിക്ക്. ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ പറഞ്ഞു കയറി അപകടം. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ആന്ധ്രയിൽ നിന്നുള്ള 6 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരും മലയാളിയായ ഒരാളുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് നിലവിൽ ലഭ്യമായ റിപ്പോർട്ട്. തീർത്ഥാടകർക്കിടയിലേക്ക് ട്രാക്ടർ പാഞ്ഞു കയറുകയായിരുന്നു. വിദഗ്ധ ചികിത്സ വേണ്ടവരെ അതിനായി മാറ്റിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ആശുപത്രിക്ക് 25 മീറ്റർ അകലെ വെച്ച് തന്നെയാണ് അപകടം ഉണ്ടായത്. അതിനാൽ തന്നെ പെട്ടെന്ന് ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി പമ്പ ആശുപത്രിയിലേക്ക് അയക്കാൻ സാധിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.